ஏலப்பட்டய பூமியில் வீடு கட்டுவதற்கு அனுமதி கிடைக்காததால் கட்டப்பனையில் ஏராளமான குடும்பங்கள் தான் லைஃப் வீட்டுமனை திட்டத்திலிருந்து வெளியேற்றப்படுவது. கைவச ரேகை உள்ளவர்களுக்கு வீடு கட்டி கொடுக்க அனுமதி வேண்டும் என்ற கோரிக்கையுடன் ரெவன்யூ துறையும் மாவட்ட ஆட்சியாளர் அணுக தயாராகி வருகின்றனர் நகரசபை அதிகாரிகள். எந்தவித ரேகைகளும் இல்லாமல் கட்டப்பனை டவுன் உட்பட உள்ள ஏராளமான இடங்களில் தான் கட்டிடங்கள் கட்டப்படுவது. சட்டவிரோத கையேற்றங்களும் கட்டுமானங்களும் அதிகரிக்கும் போதும் வசிக்க ஒரு வீடு கூட இல்லாத பாவப்பட்டவர்கள் அலுவலகங்கள் ஏறி இறங்க வேண்டிய நிலையில் தான் ஏலப்பட்டை பூமியில் லைஃப் வீட்டுமனை திட்டத்தின் அடிப்படையில் வீடு வைக்க அனுமதி கிடைக்காததை தொடர்ந்து பலருக்கும் இது துயரமாக மாறுகிறது. கைவச ரேகைகள் உள்ளவர்களுக்கு கூட வீடு அமைப்பதற்கு பெர்மிட் அதிகாரிகள் കൊടുപ്പത് கிடையாது. അതിനകത്ത് വീട് വെക്കാനായിട്ട് അനുമതി കിട്ടി പാസ്സായി വന്നിട്ട് ഞങ്ങൾക്കത് എല്ലാ എഗ്രിമെന്റ് വെക്കാനായിട്ട് ബാക്കി എല്ലാം റെഡിയായി വന്ന് ലൊക്കേഷൻ എടുത്ത് സ്കെച്ച് എടുത്ത് പ്ലാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എഗ്രിമെന്റ് വെക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പറ്റത്തില്ല, ഏലപ്പട്ടയം ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട് അനുവദിച്ച് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും മാറ്റം വന്ന് ഞങ്ങൾക്ക് ആകെ 5 സെന്റ് 4 സെന്റൊക്കെ സ്ഥലമുള്ളവരാണ്. അതിനകത്ത് ഒരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോണിലേക്ക് ഇറങ്ങി വന്നത്. ഇത് പക്ഷേ ഇവിടുന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ആരെയാ കാണുന്നത്? கட்டப்பனை மேட்டுக்குழி பகுதியை சேர்ந்த பூமிப்பதிவு லைஃப் வீட்டுமனை திட்டத்தின் அடிப்படையில் வீடு அமைப்பதற்கு 5 சென்ட் இடம் வாங்கியிருந்தனர். ஆனால் ஏலப்பட்டை பூமி என்பதால் இது வீட்டுமனை திட்டத்திலிருந்து வெளியேற்றப்பட்டுள்ளது. இப்பொழுது வசிக்க வீடு இல்லாமல் தான் தவிப்பது. വീട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ്, പക്ഷേ ഏലപ്പട്ട എന്നുള്ളത് അറിഞ്ഞില്ല. എല്ലാവരും ഒത്തിരി വീടുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്, അതുകൊണ്ട് ഏലപ്പട്ട എന്നുള്ളത് അറിഞ്ഞില്ല. മേടിച്ച് കഴിഞ്ഞ് ഇവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ വീട് വെക്കത്തില്ല, ഏലപ്പട്ടയം എന്നാണ് പുള്ളി ഓഫീസിന് എഴുതി തരുന്നത്. അത് എന്തേലും ഒഴിവാക്കിയൊന്നും വീട് വെക്കാൻ വേറെ സ്ഥലമില്ല, അതൊന്നും ഒഴിവാക്കി ഒരു വീട് വെക്കാനുള്ള അനുവാദം. இதுபோன்று ஏராளமான குடும்பங்கள் தான் திட்டத்திலிருந்து வெளியேற்றப்பட்டுள்ளது. நகரசபை இந்த காரியத்தில் முன்னிறங்கவில்லை என்றால் இவர்களின் வீடு என்ற கனவு தகரும். ஏலப்பட்டய பூமியில் வீடு அமைப்பதற்கு அனுமதி கொடுக்க உடனடியாக நடவடிக்கை எடுக்க வேண்டும் என்றுதான் நகரசபை கவுன்சிலின் கோரிக்கை. മേട്ടുപടി 23-ാം വാർഡില് ദൊരരാജും ഭൂപതി എന്ന് പറയുന്ന 2 പേര്, അവർക്ക് ഏലപ്പട്ടയമായതുകൊണ്ട് അവർക്ക് വീട് അനുവദിക്കാൻ പറ്റുന്നില്ല. കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ അവർക്ക് വീട് വെക്കാനുള്ള പെർമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇതുവരെ അവർക്ക് വീട് വെക്കാൻ സാധിച്ചില്ല. ഇവരെല്ലാം 5 സെന്റ് താഴെ മാത്രം ഭൂമിയുള്ളവരാണ്. അപ്പോൾ ഈ ദൊരരാജൻ്റെ വീടെന്ന് പറയുന്ന ഏത് സമയവും നിലം പൊട്ടുന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഈ ഭൂപതിയുടെ വീടും രണ്ടും വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഈ 2 വീടും. അപ്പോൾ അതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത കൗൺസിലിൽ ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ஏலப்பட்டய பூமியில் வீடு அமைப்பதற்கு அனுமதி கொடுப்பதற்காக சம்பந்தப்பட்ட ரெவன்யூ துறை அதிகாரிகள் மாவட்ட ஆட்சியாளர் உட்பட உள்ளவர்களுக்கு புகார் കൊടുക്കുക. ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി കളക്ടറെ കണ്ടിട്ട് ഈ സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇനി ഒരു കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്താൽ, അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, കൗൺസിൽ തീരുമാനം മറ്റോ എടുത്തു കൊടുത്താൽ അത് മറികടക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അനുവാദം കൊടുക്കാൻ കളക്ടറെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള സംഘം റെഡിയാണ്. ഇനി അതല്ല ഗവൺമെന്റിൽ കൊടുത്താൽ പ്രത്യേക അനുമതി റവന്യൂ വകുപ്പിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ കൊടുത്തിട്ട് ഒരു അനുമതി മേടിക്കണം എന്ന സാഹചര്യമുണ്ടെങ്കിൽ കളക്ടറുമായി സംസാരിച്ചതിന് ശേഷം കളക്ടറുടെ പരിധിയിലല്ല അത് നിൽക്കുന്ന ഗവൺമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനം എടുത്തു തന്നെ ഗവൺമെന്റ് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയർപേഴ്സൺ ഞങ്ങൾ ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.